വെൽക്കം ടു അമിന ഷെമീം യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ച മുതൽ ഈവനിങ് വരെയുള്ളൊരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഉച്ചഭക്ഷണമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതായിരുന്നു കഴിക്കുകയാണ്. ഇന്ന് വന്ന് നവര മീൻ കറിയും കുറച്ച് മരിച്ചീനിയും പിന്നെ വന്ന് ബീട്രൂട്ട് തോരനും പിന്നെ ഒരു ഫ്രൈ ആണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് 1-2 ആവശ്യമായിട്ട് പുറത്ത് പോകേണ്ടിയിരുന്നു കേട്ടോ. പ്ലംബിങ് കടയിൽ ഒന്ന് പോകണമായിരുന്നു. വാഷ് ബേസിൻ്റെ ഓസ് ലീക്കാണ്. അങ്ങനെ അത് വാങ്ങാനായിട്ട് ഇവിടെ വന്നു. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അടുത്ത് എനിക്കിനി ഫാൻസി കടയിലോട്ടൊന്ന് പോകണം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടായിരുന്നു. ഇവളാണ് അനു. ഇവളെ കണ്ടിട്ട് കുറേ ദിവസമായി, ഇന്നാണ് കണ്ടു കിട്ടിയത്. അങ്ങനെ ആ പരിഭവമൊക്കെ ഞങ്ങൾ പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത് എവിടെയായിരുന്നടി, നിന്നെ വിളിച്ചിട്ടും കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനെ ലോഹിത്ത് തോപ്പിയുടെ ഫ്രണ്ടാണ്, ലോഹിത്തിൻ്റെ വാവ. അങ്ങനെ കണ്ട് കുറച്ച് സമയം നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഫാൻസിയിൽ പോയി 1-2 ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ഫാൻസിയിലും പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ. വീട്ടിൽ പോയ ശേഷം എനിക്ക് അപ്പുറത്തെ മാമിയുടെ വീട്ടിൽ, ഞങ്ങളുടെ സ്വന്തം മാമിയുടെ വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു. മാമി രാവിലെ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് മണി പ്ലാന്റൊക്കെ തരാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്നതായിരുന്നു കേട്ടോ. മാമിൻ്റെ മണി പ്ലാന്റ് എല്ലാം തന്നായിരുന്നു. മാമി ക്യാമറയ്ക്ക് മുന്നിൽ വരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കുറേ ചെടികളുണ്ട്. പലതരത്തിലുള്ള വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ എല്ലാം വീഡിയോസ് എടുക്കുന്നതേ ഉള്ളൂ. മുകളിലാണ് മെയിനായിട്ടുള്ള ചെടികളുള്ളത്. ബിസിനസ്സിന് ആവശ്യമുള്ള ചെടികളെല്ലാം മുകളിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഹോൾസെയിൽ ബിസിനസ്സാണ് മാമിക്ക്. പിന്നെ ഈ ചെടികളിൽ എന്തെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഫുൾ ചെടി ആയതിനാൽ ഞങ്ങളെല്ലാവരും ചെടി വീടെന്നും പറയാറുണ്ട് കേട്ടോ. ഈ വീട് അങ്ങനെ ഇതെല്ലാം മാമിയുടെ കരവിരുതാണ്. ഫുൾ വെറൈറ്റീസ് ചെടി ഇവിടെ ഉണ്ട്. മുകളിലൊക്കെ ഒരുപാട് ചെടികളുണ്ട്. പൂക്കളുള്ള ചെടികളെല്ലാം മുകളിലാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പൊടിക്കുപ്പി എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഫറുക്കുട്ടി ഇവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ വീട് തൊട്ടടുത്തല്ലേ. ഞാൻ മേളിൽ തുണിയെല്ലാം വിരിക്കാൻ കയറുമ്പോൾ ഇവളെന്നെ കാണുമ്പോൾ ഉടനെ എന്നെ കിടന്ന് വിളിക്കും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് കേട്ടോ. പക്ഷേ ഒരു 5 മിനിറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഉമ്മച്ചീന്നും കിടന്ന് വിളിക്കും. ഇത് അവളുടെ ഉമ്മ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾക്ക് പേടിയില്ല. ഉമ്മച്ചി ഇട്ടിട്ട് പോയെന്ന് പേടിയില്ല. എന്നാലും ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ പുള്ളിക്കാരത്തി എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ കിടന്ന് പേരെല്ലാം വിളിക്കും ആൾ. അത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ 2 കുട്ടി സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാണ് കഥ. പ്ലാന്റ് വാങ്ങാൻ വന്ന ഞാൻ ഈ 2 ചെടിയും കൂടെ കൊണ്ടാണ് പോയത് കേട്ടോ. എന്നിട്ട് ഞാൻ വാങ്ങാൻ ചെന്ന മണി പ്ലാന്റ് എടുക്കാതെ ഞാൻ ഇങ്ങ് വന്നായിരുന്നു. പിന്നെ തിരിച്ചു പോയി എടുത്തു. പിന്നെ വന്നിട്ട് ഉടനെ തന്നെ നട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് സെറ്റായി വരും. അങ്ങനെ ആ 2 ചെടികൾ നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ചക്കര മുത്ത് 2 പേരും വന്നിട്ടുണ്ട്. തോപ്പിക്കുട്ടനും പായാങ്കുട്ടനും വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി അവർക്ക് ഇത്തിരി ക്ഷീണമാണ്. സ്കൂളിൽ നിന്ന് വന്നുടനെ ഇത്തിരി ക്ഷീണമൊക്കെ കാണിക്കും. അങ്ങനെ 2 പേരും വന്നിട്ടുണ്ട്. തോപ്പി പറയണം വയ്യമ്മച്ചി എനിക്കിത്തിരി കിടക്കണം. അങ്ങനെ കിടന്നു. പിന്നെ 2 പേരും ഞാൻ മേലൊക്കെ കഴുകി. തോപ്പി വാവ വന്നിട്ടുണ്ട്. ഫയാന് ഫുഡ് കഴിക്കാൻ ഇത്തിരി മടിയാണ്. ഇത്തിരി വാശിയൊക്കെ കാണിച്ചു. അപ്പോൾ ഞാൻ തോപ്പിക്ക് ആദ്യം ഫുഡ് കൊടുക്കുകയാണ്. തോപ്പി TV കണ്ടും ഇരുന്നും കിടന്നുമൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ഫയാന് ഫുഡ് വേണ്ടാന്നും പറഞ്ഞ് ഭയങ്കര ഒരു വാശിയായിരുന്നു. ഞാനും കുറച്ച് വഴക്കൊക്കെ കൊടുത്തു. പിണങ്ങിപ്പോയിരിക്കണം കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ യവന് മാത്രം ഫുഡ് കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ തോപ്പി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം എടുക്കും. ഫയാൻ പിണങ്ങിപ്പോയത് ആൾ തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഫയാനും ഫുഡ് കൊടുത്തു. തോപ്പി TV കാണുകയാണ് കേട്ടോ. തോപ്പിക്ക് 1-2 കാർട്ടൂൺസ് ഉണ്ട്. ഷിൻജാൻ പിന്നെ വന്ന മോട്ടു പട്ലു, ഈ കാർട്ടൂൺസൊക്കെയാണ് തോപ്പി കാണാറുള്ളത്. അപ്പോൾ തോപ്പിക്ക് ട്യൂഷന് പോകണം. അങ്ങനെ ഞാനും തോപ്പിയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് തോപ്പി ട്യൂഷന് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമൊക്കെ ഇത്തിരി മടിയായിരുന്നു കേട്ടോ ട്യൂഷന് പോകാൻ. ട്യൂഷൻ സെൻറ്റർ അവന് ഇഷ്ടപ്പെട്ടു. അവിടെയുള്ള പിള്ളേരെയൊക്കെ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത്തിരി സന്തോഷം. അങ്ങനെ താഴെ ഇറങ്ങി പോവുകയാണ് ആശാൻ. അപ്പോൾ ഞാൻ കൊണ്ടാക്കി ടാറ്റയൊക്കെ കൊടുത്ത് ഞാനും പോയി. പിന്നെ എനിക്ക് ഒരു 1-2 റീൽസ് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി എൻ്റെ ചക്കരക്കുട്ടനെ തിരിച്ച് വിളിച്ചു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അപ്പോൾ ബൈ കൂട്ടുകാരെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.